സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കം. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളാണ്. മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കാൻ ശ്രമം നടന്ന കാലത്തെല്ലാം കേരളം ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നത് കൂടിച്ചേരലുകളുടെ സന്തോഷമാണ്. അതിൽ മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം കൂടിയുണ്ട്. ആ സാഹോദര്യ ചിന്തയെ അപകടപ്പെടുത്തുന്ന വിധം ആഘോഷങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് മാത്രമായി ചുരുക്കുന്നതിനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അത് നാം പ്രത്യേകം തിരിച്ചറിയണം. അത്തരം പ്രതിലോമ ചിന്തകൾക്കെതിരെയുള്ള അതിവിപുലമായ മാനസിക ഐക്യം രൂപപ്പെടാൻ കൂടി ഉതകുന്നതാകണം നമ്മുടെ ഓരോ ആഘോഷവും, ഇത്തവണത്തെ ഓണാഘോഷം പ്രത്യേകിച്ചും. അതിലൂടെ ഓണം ഉയർത്തിപ്പിടിക്കുന്ന ഒരുമയുടെ സന്ദേശം ലോകത്തിനാകെ പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഒരുമയുടെ സന്ദേശം ലോകത്തിന് നൽകാൻ കഴിയണമെന്നുള്ള വാക്കുകളാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. മറ്റെന്തൊക്കെയാണ് പറഞ്ഞത്? സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിനാണ് അല്പസമയം മുമ്പ് തുടക്കമായത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഒപ്പം തന്നെ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്, രവി മേനോൻ, തമിഴ് നടൻ രവി മേനോൻ തുടങ്ങിയവരാണ് മുഖ്യ അതിഥികളായി ഉണ്ടായിരുന്നത്. തലസ്ഥാന നഗരിയിലെ മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒക്കെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. വലിയ ജനക്കൂട്ടത്തിന് ഇടയിലാണ് ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചത്. ഇനിയുള്ള 7 ദിവസങ്ങൾ അത് തിരുവനന്തപുരം നഗരത്തിന് വലിയ ആഘോഷത്തിന്റെ രാപ്പകലുകളായി മാറുകയാണ്. കനകക്കുന്നിൽ ചുറ്റിലും വിവിധങ്ങളായ ദൃശ്യങ്ങളുടെയും ഒപ്പം തന്നെ മറ്റ് അലങ്കാര വസ്തുക്കളുടെയും ഒക്കെ അകമ്പടിയോടെ അത് ആസ്വദിക്കാനെത്തുന്ന ആളുകളെ കൊണ്ട് നിറയുകയാണ്. ഇനിയുള്ള 7 ദിവസം തിരുവനന്തപുരത്തിന്റെ എല്ലാ മേഖലകളിലും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലും ഓണം വാരാഘോഷം നടക്കും. സർക്കാരിന്റെ നേതൃത്വത്തിൽ എന്തായാലും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഈ കാലത്ത് ചില സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില മൂല്യങ്ങൾ അത് തകർക്കാനുള്ള നീക്കം ഏതൊക്കെയോ ഒരു ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്. എന്നാൽ എല്ലാ ഘട്ടത്തിലും, ആഘോഷങ്ങളിലും ദുഃഖത്തിലും ഒപ്പം തന്നെ ദുരന്തങ്ങളിലുമെല്ലാം മലയാളി ഒറ്റക്കെട്ടായാണ് എല്ലാത്തിനെയും നേരിടുകയും ഒപ്പം ചേർന്ന് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യാറ്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇപ്പോഴും ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മുഖ്യാതിഥികളായ ബേസിൽ ജോസഫും ഒപ്പം തന്നെ രവി മോഹനും വ്യക്തമാക്കിയതും അത് തന്നെയാണ്. കേരളത്തിന്റെ ഇത്തരം ഒരു ഒരുമ അത് വിളിച്ചോതുന്നതാണ് എല്ലാ ഓണം ആഘോഷങ്ങളും, എല്ലാ ആഘോഷങ്ങളും എന്ന് അവരും വ്യക്തമാക്കുന്നു. എന്തായാലും ഈ വർഷത്തെ കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് കാലത്ത് ഉൾപ്പെടെ 2 തവണയാണ് ഓണം വാരാഘോഷം നടത്താതിരുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിലും സർക്കാർ നേതൃത്വത്തിലുള്ള ഓണം വാരാഘോഷം വേണ്ടെന്ന് വെച്ചിരുന്നു സംസ്ഥാന സർക്കാർ. ഈ വർഷം അതിനേക്കാൾ ഒക്കെ വലിയ വേണ്ടെന്ന് വെച്ച വർഷത്തേക്കാൾ കൂടുതൽ വലിയ മികവോടെ ഓണം വാരാഘോഷം നടത്തി തീർക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. മീഡിയ 1 ആണ് 4-ാം തീയതി, അതായത് നാളെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കൾച്ചറൽ ഇവന്റ് സംഘടിപ്പിക്കുന്നത്. അത് പൂജപ്പുര ഗ്രൗണ്ടിലായിരിക്കും നാളെ 7 മണിക്ക് ആരംഭിക്കുക. വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഒപ്പം തന്നെ ഗാനമേള ഉൾപ്പെടെയുള്ളവ, ബാൻഡ് മേളങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തിറക്കിയ പരിപാടിയാണ് മീഡിയ 1 നാളെ തിരുവനന്തപുരത്തെ പൂജപ്പുര ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ വിപുലമായ ആഘോഷങ്ങൾ തന്നെയായിരിക്കും ഒരാഴ്ചക്കാലം ഇനി നീണ്ടു നിൽക്കുക. ശരി വിജയൻ, ശരി.